നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 24 നടന്ന അതിക്രൂരമായ കൂട്ടക്കൊലപാതകങ്ങൾ. 3 ഇടങ്ങളിൽ 5 പേർ ഒരു 23-കാരന്റെ കൈകൊണ്ട് പിടഞ്ഞു മരിക്കുന്നു. ദിവസങ്ങൾ നീണ്ടുനിന്ന അന്വേഷണം, മൊഴിയെടുപ്പ്, തെളിവെടുപ്പ്, തെളിവ് ശേഖരണം. അടുത്ത കടമ്പയിലേക്ക് കടന്നിരിക്കുകയാണ് അന്വേഷണ സംഘം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ തെളിവെടുപ്പ് പൂർത്തിയായതോടുകൂടി അന്വേഷണ സംഘം ഇതുവരെ കിട്ടിയ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ വിശദമായ രൂപരേഖ തയ്യാറാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ്. സംഭവത്തിന്റെ സാഹചര്യ തെളിവുകളുടെ പിൻബലത്തിലായി കൂടുതൽ സാക്ഷിമൊഴികൾ കൂടി ചേർക്കേണ്ടതുണ്ട്. കൂടാതെ കൊലപാതകം നടന്ന സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയ തെളിവുകളുടെ രാസപരിശോധനാ ഫലം കൂടി കിട്ടാനുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ളവ ശേഖരിച്ചു കഴിഞ്ഞു. വിവിധ പരിശോധനാ ഫലങ്ങൾ കൂടി എത്തുന്നതോടുകൂടി കുറ്റപത്രം തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങും. കൂട്ടക്കൊലപാതകത്തിലെ ബാഹ്യ സമ്മർദ്ദങ്ങളുടെ സാന്നിധ്യം സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തും. വിവിധ ഫോൺ വിവരങ്ങളും ചില മൊഴികളിലെ വൈവിധ്യവും കണക്കിലെടുത്താണ് കൊലപാതകത്തിന് മറ്റു കാരണങ്ങളുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നത്. നിർണായകമാകുന്നത് ശാസ്ത്രീയ തെളിവുകൾ തന്നെയാണ്. പ്രതി അഫാന്റെയും ഷെമിയുടെ ഫോണിലെയും ടാബിലെയും വിവരങ്ങൾ ശേഖരിക്കാൻ സൈബർ പോലീസ് ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ചുറ്റിക ഉപയോഗിച്ച് തലയോട്ടി അടിച്ചു തകർത്തുള്ള ആസൂത്രിത കൊലപാതകങ്ങൾ ഇന്റർനെറ്റിലൂടെ മനസ്സിലാക്കിയതാണോ എന്നും അറിയേണ്ടതുണ്ട്. ഇന്റർനെറ്റിലെ സെർച്ച് വിവരങ്ങൾ നൽകാൻ ഗൂഗിളിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് ലഭ്യമാക്കും. അഫാന്റെ ഫോണിൽ നിന്ന് സംശയാസ്പദമായി ആരെയും വിളിച്ചിട്ടില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. നാട്ടിൽ അധികം ആരോടും മിണ്ടാറുണ്ടെങ്കിലും വീട്ടിൽ എല്ലാത്തിനും വാശി കാണിക്കുന്ന സ്വഭാവക്കാരനാണ് അഫാൻ എന്ന് പോലീസ് പറയുന്നു. 8 വർഷം മുമ്പ് തന്നെ അച്ഛനമ്മമാർ സ്നേഹിക്കുന്നില്ല എന്ന് ആരോപിച്ച് അഫാൻ വീട്ടിൽ വെച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ഈ സംഭവത്തിന് ശേഷം വീട്ടുകാർ അഫാന് ചോദിക്കുന്നതെന്തും വാങ്ങി നൽകിയിരുന്നു എന്ന് ബന്ധുക്കളും പറയുന്നു. അഫാൻ പറഞ്ഞതനുസരിച്ചാണ് വീട്ടിൽ വർഷങ്ങൾക്ക് മുൻപ് കാർ വാങ്ങുന്നത്. പുതിയ മൊബൈൽ ഫോണുകളോടും ബൈക്കുകളോടുമായിരുന്നു കമ്പം. കോവിഡിന് മുമ്പ് വരെ അച്ഛൻ അബ്ദുറഹീമിന്റെയും ബിസിനസ് നല്ല രീതിയിൽ തന്നെയാണ് പൊക്കിക്കൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ ആഡംബര ജീവിതമായിരുന്നു അഫാന്റേത്. കുടുംബത്തിന് കടബാധ്യതയായതോടെ എല്ലാം തകിടം മറിഞ്ഞു. അമ്മയ്ക്ക് അർബുദം കൂടി ബാധിച്ചതോടെ അഫാൻ കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് വിവരം. 7 വർഷമായി നാട്ടിൽ വരാൻ പോലും കഴിയാത്ത സാമ്പത്തിക ബാധ്യത അബ്ദുറഹീമിനുണ്ടായി. പ്രതിമാസം പണം പോലും അയക്കാൻ പറ്റാത്ത സാഹചര്യം വന്നതോടുകൂടിയാണ് എല്ലാം താളം തെറ്റിയത്. പണയം വെച്ച ബന്ധുക്കളിൽ നിന്ന് കടം വാങ്ങിയാണ് കുടുംബം മുന്നോട്ടു പോയത്. ഇതിനിടയ്ക്ക് അഫാന്റെ ബുള്ളറ്റും കാറും വിറ്റതായും വിവരമുണ്ട്. അതിനുശേഷം പുതിയ ബൈക്ക് വാങ്ങി. പാണാവൂരിലെ കോളേജിൽ ബികോം പാതി വഴിയിൽ നിർത്തിയ അഫാന് സുഹൃത്തുക്കളും കുറവാണ്. അമ്മ ഷെമിയുടെ നാടായ പേരുമലയിൽ സ്ഥലം വാങ്ങി 10 വർഷം മുമ്പാണ് കുടുംബം വീട് വെച്ചത്. കൊലപാതകങ്ങൾക്കിടയിലും പിതൃമാതാവിന്റെ മാല പണയം വെച്ച് കിട്ടിയ തുകയിൽ നിന്ന് 40,000 രൂപ കടം വീട്ടാനാണ് അഫാൻ ഉപയോഗിച്ചത് എന്നാണ് വിവരം. ഇവരുടെ കുടുംബത്തിന് 65 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ അഫാന്റെ മൊഴിയെടുത്ത് സ്ഥിരീകരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. സാമ്പത്തിക ബാധ്യത ഫർസാനയോടും പറഞ്ഞിരുന്നു. തന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതയുടെ കാര്യങ്ങൾ സുഹൃത്തായ ഫർസാനയോടും അഫാൻ പറഞ്ഞിരുന്നു. ഇക്കാര്യം ഫർസാന അമ്മയോട് പറഞ്ഞിരുന്നു. ഫർസാനയുമായി പ്രണയത്തിലാണെന്ന കാര്യം ഫർസാനയുടെ അച്ഛന് മാത്രം അറിവുണ്ടായിരുന്നില്ല. നല്ലൊരു ജോലി ലഭിച്ച ശേഷം വിവാഹത്തെക്കുറിച്ച് അച്ഛനോട് സംസാരിക്കാമെന്നാണ് ഫർസാന നൽകിയ ഉറപ്പ്. ഫർസാനയുടെ ഒരു മാലയും അഫാൻ പണയം വെച്ചിരുന്നു. മാത്രമല്ല, ഇതെല്ലാം അറിഞ്ഞിരിക്കുന്ന ഇപ്പോൾ ഉമ്മ പോലീസിന്റെ പണി കൂടുതൽ എളുപ്പമാക്കിയിരിക്കുകയാണ്. കാരണം കൃത്യമായി ഉമ്മ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കും. മാത്രമല്ല, ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ പ്രേരണാ കുറ്റം ഷെമിയിൽ ചേർക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ കുഞ്ഞുകുട്ടി, അതായത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ഇളയ മകനെ കൊണ്ട് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോ കാണാൻ പ്രേരിപ്പിച്ചു എന്ന പേരിൽ ഷെമിക്കെതിരെ കേസ് വരുമോ ഇല്ലയോ എന്നറിയില്ല. അത്തരമൊരു സംശയവും കൂടി ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഏതായാലും ഷെമിയുടെ സത്യം പറച്ചിലോടുകൂടി ഇപ്പോൾ പോലീസിലാണ് ജോലി എളുപ്പമായിരിക്കുന്നതെന്ന് മുൻ SP ആയിട്ടുള്ള ജോർജ് ജോസഫ് സാർ പറയുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. അഫാന്റെ അമ്മ ഷെമിയുടെ മൊഴിയിൽ ഇപ്പോൾ പോലീസിന് വിശ്വാസ്യത വന്നിരിക്കുന്നു. പോലീസ് ഇപ്പോൾ അമ്മയെ പാർപ്പിച്ചിരിക്കുന്നത് വെഞ്ഞാറമൂട് കുറ്റിമൂട് ചാരിറ്റബിൾ സൊസൈറ്റി വക കെട്ടിടത്തിലാണ്. അവിടെ മറ്റാർക്ക് പോയി അവരെ കാണാൻ കഴിയില്ല. അവർ ചികിത്സയും അതോടൊപ്പം തന്നെ പോലീസ് സംരക്ഷണയിലാണ് അവിടെ. അവരിപ്പം യഥാർത്ഥത്തിൽ പോലീസിൻ്റെ അടുത്ത് ഇപ്പം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പോലീസ് ഭാഗത്ത് സത്യങ്ങൾ പറയുന്നു. അഫാനെ എതിരായിട്ട് പറഞ്ഞു തുടങ്ങി. അത് കോടതിയിലെത്തിയാൽ ഗുണം ചെയ്യും. എങ്കിലും മനസ്സ് അമ്മയുടെ ആണ്, മകനാണ് പ്രതി. അതുകൊണ്ട് അത്ര വിശ്വാസ്യത എനിക്ക് പോരാ. എങ്കിലും
ഇതുവരെയുള്ള അന്വേഷണം അത് ഇപ്പോൾ കിളിമാനൂർ പോലീസും പേരമലയിലെ കേസ് അന്വേഷണം വെഞ്ഞാറുമൂട് പോലീസും അതുപോലെ ചുള്ളാളത്തെ എസ്.എൻ. പുരം ചുള്ളാളത്തെ കേസിൻ്റെ അന്വേഷണം ലത്തീഫിനെയും ഭാര്യയും കൊന്ന കേസിൻ്റെ അന്വേഷണം കിളിമാനൂർ പോലീസും അന്വേഷിക്കുകയാണ്. 3 പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസിൻ്റെ അന്വേഷണം തുടരുന്നത്. 3 പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് സംഭവം. ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ്റെ അന്വേഷണം അത് വല്യമ്മയെ കൊന്നതാണ്. കല്ലറ പാങ്ങോട്ടാണ് ആ കേസിൻ്റെ കുറ്റച്ചാർജ് ആദ്യം കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത് എസ്.എൻ. പുരം ചുള്ളാളത്തെ അബ്ദുൽ ലത്തീഫിൻ്റെ കൊലപാതകവും വല്യമ്മയുടെ കൊലപാതകം മാലയെടുക്കാനാണ്. അതെന്തായാലും പോലീസ് പെട്ടെന്ന് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കഴിച്ചു കളയും. അതേസമയത്ത് എസ്.എൻ. പുരം ചുള്ളാളത്തെ അബ്ദുൽ ലത്തീഫിനെ കൊന്ന കാര്യത്തെപ്പറ്റി പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം സെറ്റിയിലിരിക്കുകയായിരുന്നു. ഓപ്പോസിറ്റിരുന്നു. അദ്ദേഹത്തിന് ബാഗിൽ നിന്ന് അഫാൻ ചുറ്റികെടുത്ത് തലക്കെട്ടടിക്കുകയായിരുന്നു. ഈ ബഹളവും ഇതും കണ്ടിട്ട് അടുക്കളയിൽ നിന്ന് ഓടി വന്ന ലത്തീഫിൻ്റെ ഭാര്യ ഇത് കണ്ട് പിന്തിരിഞ്ഞോടി. ഇവൻ ചുറ്റി കൊണ്ട് അടിക്കുന്ന കണ്ടിട്ട് പിന്തിരിഞ്ഞോടി. പിന്നാലെ അഫാൻ പോയി അവരുടെയും തലയുടെ പിൻവശത്തെ ചുറ്റി കൊണ്ട് അടിച്ചു, അവരെയും കൊന്നു. അതിനകത്ത് തൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ ഷെമിക്ക് 80,000 രൂപ ലത്തീഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പണം തിരിച്ചു ചോദിച്ചു. രണ്ടാമത് വീട് വിറ്റ് കടങ്ങളെല്ലാം തീർക്കാനാണ് ബാപ്പായുടെ ജ്യേഷ്ഠൻ പറയുന്നത്. അത് ഉൾക്കൊള്ളാനായിട്ട് അഫാന് കഴിഞ്ഞില്ല. അവഹേളിക്കുന്ന രീതിയിലാണ് ബാപ്പാൻ്റെ ജ്യേഷ്ഠൻ പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കൊല്ലണമെന്നുള്ള വൈരാഗ്യം വന്നത് എന്ന് അഫാൻ പറയുന്നുണ്ട്. അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്ത് അങ്ങനെ ഒരു വൈരാഗ്യമേ ഇല്ല. ഭാര്യ കൊല്ലാൻ കാരണം അവരുടെ ഭർത്താവിനെ കൊന്നത് കണ്ടപ്പം അവർ പേടിച്ച് പിന്തിരിഞ്ഞ് ഓടിയപ്പം ഇയാൾ പിന്നാലെ പോയി തലയുടെ പിന്നിൽ ചുറ്റി കൊണ്ടടിച്ചു. ഇപ്പം ആ കേസിൻ്റെ അന്വേഷണം കിളിമാനൂർ പോലീസ് നടത്തിയപ്പോൾ ആ സംഭവമായിട്ട് അനുബന്ധിച്ച് ആ ചുറ്റിയ അവർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പിന്നെ ലത്തീഫിനെ തലക്കടിച്ച് വീഴ്ത്തി അതിനുശേഷം ഭാര്യയെ അടിച്ച് വീഴ്ചപ്പോൾ ഒരു കോള് ലത്തീഫിൻ്റെ മൊബൈലിൽ വന്നു. അതെടുത്തിട്ട് പോകാൻ നേരത്ത് ആ മൊബൈൽ ഫോൺ എടുത്ത് പോകുന്ന വഴിക്ക് വീടിൻ്റെ സമീപം അവർ കനാലിൻ്റെ ഭാഗത്തേക്ക് എറിഞ്ഞു കളഞ്ഞു. അതിപ്പം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആരുടെ കോളാണ് അപ്പം വന്നതെന്ന് അറിയത്തില്ല. ഏതായാലും ഈ പേരമലയിലെ അവരുടെ കുടുംബ വീട്ടിൽ നിന്ന് ചുള്ളാളത്തെ എസ്.എൻ. പുരത്തെ കേസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചില മെറ്റീരിയൽ ഓബ്ജക്റ്റ് എമ്മോ അവിടുന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് സിഗരറ്റ് വലിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സിഗരറ്റിൻ്റെ കുറ്റികൾ എലിവിഷം കഴിച്ചിട്ടുണ്ട്. ആ സിഗരറ്റിൻ്റെ ബാക്കി അവർ പേരമലയിലെ കുടുംബ വീട്ടിൽ നിന്ന് എടുത്തു. അവിടെ നിന്ന് എലിവിഷം എടുത്തിട്ടുണ്ട്. പെപ്സി കുടിച്ചിട്ടുണ്ട്, അതെടുത്തിട്ടുണ്ട്. ചുറ്റിക എടുത്തിട്ടുണ്ട്. ചുറ്റിക പൊതിഞ്ഞുകൊണ്ട് വന്ന ബാഗ്, ഇതെല്ലാം കസ്റ്റഡിയിലെടുത്തു പോലീസ്. അപ്പോൾ അത് ഈ രണ്ടാമത്തെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കസ്റ്റഡി എടുത്തതെന്ന് മനസ്സിലാവുന്നു. മൂന്നാമത്തെ കേസിലോട്ട് വരുമ്പോൾ അത് വെഞ്ഞാറമൂട് പോലീസിൻ്റെയും. അങ്ങനെ 3 പോലീസ് സ്റ്റേഷനിലാണ് ഇയാളെ പോലീസ് സ്റ്റേഷനിലെ അന്വേഷണത്തിനാണ് കസ്റ്റഡിയിൽ വാങ്ങിച്ചത്. ആ അന്വേഷണമൊക്കെ പോലീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സാക്ഷികളെ നോട്ടുകളെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് മനസ്സിലാകുന്നത്. ആ വീടുകളിൽ നിന്ന് 3 കസ്റ്റഡി എടുക്കേണ്ട മെറ്റീരിയൽ ഓബ്ജക്റ്റുകളെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി കേസിൻ്റെ കുറ്റച്ചാർജ് തയ്യാറാക്കണം. ആ സമയത്ത് അപ്പാൻ്റെ ഉമ്മ ഷെമി നേരത്തെയുള്ള മൊഴിയിൽ നിന്ന് വ്യതിചലിച്ച് മാറി. ഇപ്പം സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പം മകൻ കുറ്റക്കാരനെന്ന രീതിയിൽ മൊഴി കൊടുക്കാൻ തുടങ്ങി. അവർക്കറിയാം, നമുക്കറിയാം, ആദ്യത്തെ മൊഴി അവിടുത്തെ മജിസ്ട്രേറ്റ് വന്ന് കൊടുത്തപ്പം അവർ തലയടിച്ചു വീണു, തല പൊട്ടി എന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നീടാണ് മനസ്സിലാകുന്നത് തൻ്റെ മകൻ 5 പേരെ കൊന്നു, തന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് യാഥാർത്ഥ്യം അവർ ഉൾക്കൊണ്ടു.
5 പേരെ കൊന്ന വിവരം വരെ ആശുപത്രി കിടന്ന സമയത്ത് അവർക്ക് അവിശ്വസനീയമായി തോന്നിയെങ്കിലും പതുക്കെ ഹോസ്പിറ്റൽ ഡോക്ടർമാർ അവരത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് 5 കൊലപാതകങ്ങൾ നടത്തി എന്ന് പറഞ്ഞു.